ഹലോ, ഇന്ന് രാവിലെ ഞങ്ങൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുമ്പോൾ ഒത്തിരി പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ കെട്ടിയവനുണ്ട്, ഞങ്ങളുടെ കോഴിക്കോട് നിന്ന് വന്ന 2 കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരെ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനോടൊപ്പം നിങ്ങളെയും കാണിച്ചു തരാം. വരൂ എൻ്റെ കൂടെ. ഇത് ഇവിടെ കാണിച്ചു തരാം. പണ്ട് കാലത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ, ടോർച്ച്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് ഓർക്കുന്നില്ലേ പണ്ടത്തെ ഫ്ലാസ്ക് ഇങ്ങനെയല്ല, ഇത് പണ്ടത്തെ ക്ലോക്ക്. പണ്ട് ഇങ്ങനത്തെ അല്ലായിരുന്നു. ജപ്പാനിലായിരുന്നോ? നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ആദ്യം കണ്ടത് ഡയനാര എന്ന് പറഞ്ഞൊരു സാധനം. ഡയോനാര ടീ. നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേ, നിങ്ങളെ പറയണ വ്ളോഗർ. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പാറയാ, സിമെന്റും കമ്പിയും ഉപയോഗിച്ച് നിർമ്മിച്ച പാറയാ. പക്ഷെ കണ്ടിട്ടുണ്ട് തോന്നുന്നില്ലല്ലോ ഇത് ആർട്ടിഫിഷ്യൽ ആണെന്ന്. ഒറിജിനൽ പോലെ തന്നെ തോന്നൂല്ലേ അവിടെ എന്താ മ്യൂസിക്? അവിടെ ഇതിങ്ങനെ അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് എങ്ങനെ പോയി. എത്ര 11 കിലോമീറ്ററോ? 17 കിലോമീറ്റർ. 17 കിലോമീറ്റർ. ഞങ്ങൾ 17 കിലോമീറ്റർ നടന്നിട്ടുണ്ടല്ലേ. ഇതുണ്ടോ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ വേസ്റ്റ് ബിന്നുകളുണ്ടാവും. ഒരു ചെറിയ ഡിസ്റ്റൻസിൽ തന്നെ ഉണ്ട്. അത് പക്ഷേ ഇവിടെ ഈ 2 സെപ്പറേറ്റ് ഫുഡ് ആയിട്ടുണ്ടോ, 2 ഫുഡും പ്ലാസ്റ്റിക് എല്ലാ സ്ഥലങ്ങളിലും കണ്ടോ വേസ്റ്റ് ബിന്ന് വെച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട്. അവിടെ ലേക്ക് ശരിക്കും നമ്മുടെയൊക്കെ നാട്ടില് ശരിക്കും നാട്ടിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ നടക്കാനുണ്ടെങ്കിൽ പകുതി അസുഖങ്ങൾ ഉണ്ടാവൂല അല്ലേ? ശരിക്കും അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേഡിയെങ്കിലും ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ശരിക്കും പലപ്പോഴും. ഇത് കണ്ടില്ലേ മരത്തെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ മ്യൂസിക് ഒക്കെ വെച്ചിട്ട് വയസ്സായ ആൾക്കാർ ഇതുപോലെ എക്സസൈസ് ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്തായാലും വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ ഇതില്. വാഹനങ്ങളെ പേടിക്കുന്നുണ്ടാവും, വണ്ടി വന്ന് വളരെ സേഫായിട്ട് ആൾക്കാർക്ക് ഓടാനും അത് എല്ലാ സ്ഥലത്തും. അത് ഈ ഞങ്ങൾ ക്രോക്കഡൈൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്നിൻ്റെ പട്ടിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും രാത്രി പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വാഹനം നിൽക്കുക. സജീഷേ, ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഒറിജിനൽ ആയിട്ടുള്ള പാറയാ. പക്ഷെ ഇത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ലേക്കിനെ മനോഹരമാക്കിയത് കണ്ടില്ലേ. ആ ഇത് ഒറിജിനലാ. ഒറിജിനൽ പാറയുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യില്ല. അത് മാത്രമല്ല, ഒരു ചെറിയ നമ്മളൊരു വീട്ടിലൊരു ഇന്റർലോക്ക് ഇട്ടിട്ടേ ഒരു ചെറിയൊരു പോർഷൻ തിരിക്കണമെങ്കിൽ 2-3 ലക്ഷം രൂപ വേണ്ടേ? ഇങ്ങനെ ഒരു ശരിക്കും എത്ര $1 മില്യൺ വേണം അല്ലേ? പാർക്കിങ്ങിൻ്റെ ഇതുണ്ടല്ലേ ഇവിടെ സജീഷ്, ഇവിടെ നമുക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ജിമ്മുകളുണ്ട്. അപ്പം നമുക്ക് ചെറിയ സ്ട്രെച്ചിങ് മാത്രം. എന്നാൽ പോലും ഉണ്ടല്ലേ, പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു ജിമ്മാണ്. അതുപോലെ തന്നെ എല്ലാ ഗെയിംസും കളിക്കാനുള്ള സെൻറ്ററുകളുണ്ട്. ഇത് സോളാറിലാണ് പ്രവർത്തിക്കുന്നത്, ഈ ജിമ്മുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അല്ല, അത് അവിടെ സോളാറിൻ്റെ ഉണ്ടാവുന്നു. അവിടെ പറയുന്നുണ്ട്, ചൈനീസിൽ പറയുന്നുണ്ട്. കുറച്ചുകൂടെ പോരട്ടെ അല്ലേ? ചൈനയിൽ വന്നിട്ട് എക്സസൈസ് ചെയ്തില്ല എന്ന് വേണ്ട. അതന്നെ ഏതാണ്? അതിവിടെ എല്ലാവരും ചെയ്യാറുണ്ട്.
സജീഷ ഈ കാണുന്നില്ലേ, കണ്ടില്ലേ, നമുക്കിവിടെ ഇരിക്കാനൊക്കെ പറ്റും. അപ്പം ഞങ്ങൾ എന്തെങ്കിലും ഇതിൻ്റെയൊക്കെ പാർട്ടി വരുമ്പോൾ എല്ലാവരും കൂടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെയുള്ള കണ്ടില്ലേ അവിടെ ശരിക്കും അവിടെ നമുക്ക് നന്നിട്ട് നമ്മൾ തന്നെ നീറ്റാക്കിയിട്ട് പോകും. എത്ര പേർക്ക് ഇതിനകത്തൊരു 50 പേർക്ക്, മോർ ദാൻ 50 പേർക്ക്. അതാ ഞാൻ പറഞ്ഞേ. എല്ലായിടത്തും ഉണ്ട്, ഇത് ഒരിടത്ത് മാത്രമല്ലല്ലോ ഉള്ളത്. നമ്മൾ ഇവിടെ ഒറ്റ റൂളേ ഉള്ളൂ, അവർക്ക് ലാൻഡ് കൊടുത്ത് മറ്റൊരാൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. ന്യൂസൻസ് ഉണ്ടാക്കും. മറ്റൊരാൾക്ക് ഡിസ്റ്റേഷൻ ഉണ്ടാക്കാൻ പാടില്ല. ഈ പൊതു മുതൽ കത്തിച്ചും കുറച്ച് പ്രതിഷേധിക്കാനുള്ള സാധ്യതയില്ലായിരുന്നു. പക്ഷെ അതൊരു സാധ്യത അല്ലെന്ന് കഷ്ടമുണ്ട് കിടന്നു. വയസ്സായ ആളാ. നിങ്ങൾ നോക്കിക്കേ, എന്ത് ഭംഗിയല്ലേ ഈ സ്ഥലം കാണാൻ, അടിപൊളിയല്ലേ. ഫോട്ടോ എടുത്തതാണ് ഇവിടെ വന്ന ഈ സെയിം സ്ഥലത്ത്. ഞാനിപ്പോൾ അന്ന് ഉടുക്കത്തെ തണുപ്പായിരുന്നു. തണുപ്പത്താണല്ലേ. ഇതുണ്ടോ ഒരു അമ്മച്ചി കസാരയൊക്കെ കൊണ്ടുവന്നിട്ട്. അപ്പച്ചിയാടാ അപ്പാപ്പനാണോ? അപ്പാപ്പനല്ല, അയാൾ എക്സസൈസ് ചെയ്യുന്നതല്ല. അയാൾ കസേര കൊണ്ടുവന്നിട്ട് ഇരുന്ന് വീട്ടിൽ ഇതുപോലെ ആരെങ്കിലും ഉണ്ടാവില്ല. ഇതിന് അയാളുടെ സൗകര്യം കിട്ടാൻ വേണ്ടി സ്റ്റിക്കിന്റെ മുകളിൽ തന്നെ. സ്റ്റിക്കിന്റെ മേലെ അതിങ്ങനെ കൊണ്ടുവരും. അവിടെ കുറച്ച് കല്ലും കുറച്ച് വ്യൂ ഉണ്ട്. ഇവിടെ നല്ല ഫോട്ടോ സിസ്റ്റം എടുക്കാൻ ഗവൺമെന്റ് സിസ്റ്റമാണ് ആദ്യം ഏറ്റവും എഫിഷ്യൻസ് ആയിരുന്നത്. അതുപോലെ ഉത്തരവാദിത്തം ഇല്ലാതിരിക്കുക, ഈ റെസ്പോൺസ് കറക്റ്റ് അല്ലാതിരിക്കുക. ഞാൻ ഇപ്പം നിങ്ങളൊരു ഗവൺമെൻറ് ഓഫീസിലേക്ക് ഇപ്പോൾ ഒരു ലൈസൻസിനൊക്കെ പോകുന്നിടത്താണെങ്കിൽ അവിടെയൊന്നും നമ്മൾ സംസാരമില്ലല്ലോ. മെഷീനാണ് നമുക്ക് ടോക്കൺ തരുന്നത്, നമ്മുടെ സമയം തരുന്നത്. ഒരാളെ ഒരു ടോക്കൺ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങളുടെ വർക്ക് ഫിനിഷായി നമുക്ക് ആദ്യം ഇൻഫർമേഷൻ കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ, ആ എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, അതായത് ഇപ്പോൾ കൗണ്ടറുകൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സ്ട്രാ കൂടുതൽ കൊടുക്കണമല്ലോ. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ചെറിയ കാര്യത്തിനൊരു ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് ബാങ്ക് ഉണ്ടോ ഇതിൽ ഞങ്ങൾ ശരിക്കും ഞാനും ശബു എല്ലാം കൂടെ 17 കിലോമീറ്ററാണ് ഈ ഒരു ലേക്ക് ഫുള്ളുള്ളത്. ഞങ്ങൾ ഈ 17 കിലോമീറ്ററും രാവിലെ നടക്കും. പക്ഷേ ഇതിന് ശേഷം നമ്മൾ ഇതേ നടപ്പാതെ ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പം റോഡുണ്ടെങ്കിൽ ആ റോഡിൻ്റെ അടിയിൽ കൂടെ ഇത് പോകും. അപ്പം നമുക്ക് ആ റോഡ് ക്രോസ് ചെയ്യേണ്ടതായിട്ടില്ല. അതുകൊണ്ട് നല്ലൊരു രസമാണ്. എന്നിട്ട് എന്ത് തോന്നുന്നു? ഇതുണ്ടല്ലോ അവിടെ കളിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഗവൺമെൻറ് ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചൈനയുടെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ചൈന വിശേഷങ്ങളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ഇടാൻ മറക്കല്ലേ.